ഇന്ന് വയനാട് ഹർത്താൽ. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ ഒരു വേള ഭരണകൂടം പോലും വിറച്ചുനിന്ന കുലം കുത്തിയൊഴുകി വന്ന മഴവെള്ളപ്പാച്ചലിൽ പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങൾ നാമാവശേഷമായി. സുരക്ഷിതമെന്ന് കരുതിയ പാടിയിൽ നിന്നും പടിയിറങ്ങി 2 നില വീടുകളിൽ പ്രാണനു വേണ്ടി അഭയം തേടിയവർ പിന്നീട് അധിക നേരം വേണ്ടി വന്നില്ല. ഉരുളെടുത്ത ഭൂമിയിൽ ഉറ്റവരും ഉടയവരുമൊത്ത് കൈകൾ കോർത്തു പിടിച്ച് പിളർന്ന വന്ന ഭൂമിയുടെ മാറിലേക്ക് ലയിച്ചു ചേർന്ന് യാത്രയായവർ, പകലന്തിയോളം പാടങ്ങളിൽ പണിയെടുത്തവർ, കാട്ടാനയോടും കാട്ടുപോത്തിനോടും കാട്ടുപന്നിയോടും എന്നുവേണ്ട എല്ലാ മൃഗങ്ങളോടും ജന്തുക്കളോടും പോരാടി മണ്ണിൽ പൊന്നു വിളയിച്ചവർ, തേയില, ഏലം, കുരുമുളക്, കാപ്പിത്തോട്ടങ്ങൾ എല്ലാ നാണ്യവിളകളും ഒരു പുരുഷായുസ് മുഴുവൻ പടുത്തുയർത്തിയ സമ്പത്തും ജീവനും നഷ്ടപ്പെട്ട നൂറുകണക്കിനാളുകൾ. ദുരന്തത്തിൽ 500-ൽ പരം മൃതശരീരങ്ങൾ പുറത്തെടുത്തു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് വയനാട് ജില്ല സാക്ഷിയായി. ഈ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ക്യാമ്പുകളിൽ താമസിക്കുന്ന ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടികൾ ഇന്നുവരെ ആരംഭിച്ചിട്ടില്ല. ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥതയും കേരള സർക്കാരുകൾ ഈ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ പാവങ്ങളെ, ഈ മണ്ണിൻ്റെ മക്കളെ സഹായിക്കാൻ ഫണ്ട് കൊടുക്കാത്തവർ, രാജ്യത്തെ കുത്തക മുതലാളിമാരായ അദാനിയുടെയും അംബാനിയുടെയും കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നു. നമ്മുടെ രാജ്യം എന്നാണ് നന്നാവുക. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷ്റഫ് പുതുശ്ശേരിക്കടവ്, വയനാട്.